ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തുടങ്ങിയ ഒരു വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. മാറ്റി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തു, ഫേസൊന്നും ചെയ്തിട്ടില്ല. ഒരു കമ്മലിട്ടു, ഇത്രേ ഉള്ളൂ. ബാക്കി പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു കുട്ടി വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. 2 പിള്ളേർക്കും ജലദോഷമുണ്ട്. എനിക്കറിയാൻ പാടില്ല ട്രിപ്പ് എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ. 2 മക്കളെയും കൊണ്ട് ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാം. കോഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അധികം മിനുക്ക് പണീൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞു. നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ടൈം കിട്ടി. കുറേ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ ഇതൊക്കെ. റേയുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. എന്റെ ചെറുതനാണെങ്കിൽ അവന്റെ മാമനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അമ്മയും വേണ്ട അച്ഛനെയും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. മാമന്റെ കയ്യിലാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവൻ കരയാതിരുന്നോളും. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതുകൊണ്ട് വെറുതെ പ്രഹസനം കാണിക്കുന്നതാണ്. ഞാൻ ഏത് ട്രിപ്പ് പോകുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഇടണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്രാവശ്യം കാര്യമായിട്ട് എനിക്ക് വെറൈറ്റീസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ട്രിപ്പ് പോവോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം മക്കൾക്കൊന്നും 2 പേർക്ക് സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു 1 വീക്ക് മുന്നേ അവരൊക്കെ ഒന്ന് റെഡിയായി. അതുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു ട്രിപ്പിന് പോകാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് ഞങ്ങളുടെ മുഖത്ത്. ഏട്ടൻ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിക്ക് ചീത്ത വിളിക്കുന്നുണ്ട്. മതി വീഡിയോ എടുത്തത്, ടൈമായി, ഫ്ലൈറ്റ് പോവും, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഏട്ടൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാനൊരു യൂട്യൂബറായി മാറിയിരിക്കുന്നു ഗൈസ്. കാരണം അത്രയും ചീത്ത കേട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഫോണും പിടിച്ച് നിന്ന് ചവിട്ട് കിട്ടുന്നുള്ളത് ഉറപ്പായതുകൊണ്ട് വേഗം കാറിൽ വന്നിരുന്നു. ഞാൻ പോയിട്ട് വരെ അതുള്ളതാ മുഖത്ത് കൈ നോക്കി. അതാ 1 മണിക്കൂറിൽ കൂടുതലുള്ള യാത്ര ഞാൻ എവിടേക്ക് പോയാലും എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും. അപ്പം ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുന്ന കാഴ്ചയാണിത്. ആകെ ഒരു 5 ദിവസത്തെ ട്രിപ്പാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയോ നാട് വിട്ട് പോകുന്നൊരു ഫീലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ 2 പേരും എൻ്റെ ഡ്രസ്സിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പുലിവാൽ കല്യാണത്തിലെ ജഗതി ചേട്ടൻ്റെ ഡ്രസ്സ് പോലെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് നല്ല രസമല്ലേ അതില്. അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എയർപോർട്ടിലെത്തി. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോകുന്നത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂൺ ടൈമിലാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആരുട്ടി എൻ്റെ വയറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അതിൻ്റെ തലേന്നാണ്. അതായത് ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോവാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. എനിക്ക് എപ്പോൾ എയർപോർട്ട് എത്തുമ്പോഴും എൻ്റെ ആ കഥകളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും. അതുപോലെ ഇത് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അവൻ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരിടത്തും അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയാണ് എൻ്റെ മോൻ. ഒന്നാമത് മോൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങുന്നൊരു സമയമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇപ്പം കഴിഞ്ഞ 1-2 മാസമായിട്ട് ചെറുതിന് ഞാൻ തന്നെ മതി എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഫ്ലൈറ്റിനുള്ളിൽ കയറിയ വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവന് മാനേജ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. പോവാണ് ഗൈസ്. ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ട്
സൂപ്പർ വീഡിയോഗ്രാഫി. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം എൻ്റെ മോൻ വലുതായിട്ട് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കാണുമ്പം എല്ലാ കാര്യവും അതിൽ വേണ്ടേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നവരെ ആൾ ഭയങ്കര ഡീസൻ്റായിരുന്നു. ഈ ഡോറ് കടന്ന് ഉള്ളിലെത്തിയപ്പോഴേക്കും ആളെ കഥ എല്ലാം മാറി. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത് എൻ്റെ മോളെ കൊണ്ടായിരിക്കും ഞാൻ കഷ്ടപ്പെടുക എന്നായിരുന്നു. പക്ഷെ അവളാണ് ഏറ്റവും കൂടുതൽ എന്നെ അവനെ ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അവനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് മദറാണ് അവൻ്റെ ചേച്ചി. ഇവിടെ മുതലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ചെറുതിനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് നേരത്തേക്ക് നിർത്താതെ കരച്ചിലായിരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണ്? പറയൂ. ഫൈനലി നമ്മുടെ ചെക്കൻ ഉറങ്ങിയിരിക്കുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പല വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുനടന്ന് നോക്കി, പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫീഡിങ് റൂമിൽ കയറി. ഒരു പ്രാവശ്യം പാല് കൊടുത്തതാണ്, പിന്നെയും ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഞാൻ പിന്നെ കുറേ തിരഞ്ഞ് നടന്ന് അടുത്ത ഫീഡിങ് റൂമിൽ കയറി ഉറങ്ങിപ്പോയി. ഇനി കുറച്ച് നേരം നമുക്ക് സമാധാനമായിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല ഉറക്കമുണ്ട്, കാരണം രാവിലെ എങ്ങാനും എഴുന്നേറ്റതാണ്. കുറച്ച് നേരം ഉറങ്ങി തരുമായിരിക്കും. സമയം ഇപ്പോൾ 2 മണിയായി. എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഇവൻ ഉറങ്ങുന്ന സമയത്ത് അതൊക്കെ നടക്കും. ഇവിടം തൊട്ട് നമ്മുടെ വാവ ഒന്നുകൂടെ സൗണ്ട് കരയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറിപ്പോൾ സീറ്റിലിരിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലായിരുന്നു. ഫ്ലൈറ്റിലെ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സീറ്റിലെത്തി. എത്തിയപാടെ വേഗം പാല് കൊടുത്ത് ആളെ ഒന്ന് സെറ്റാക്കി. 2.5 മണിക്കൂറായിരുന്നു ഇവിടുന്ന് മുംബൈയിലേക്ക് എടുത്ത ടൈം. അതായത് 2.5 മണിക്കൂറിൽ 2 മണിക്കൂറും നമ്മുടെ ചെറുത് എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. കുറേ നേരം എന്നെ നോക്കിയിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് ചാടും, പക്ഷേ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെയും കുറേ നേരം എന്നെ നോക്കിയിരിക്കും, കുറച്ച് നേരം കളിക്കും, പിന്നെയും ബോറടിക്കുമ്പോൾ തിരിച്ച് ചാടും. രണ്ടര മണിക്കൂർ അവനെ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. തലയാട്ടി ആട്ടി ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു. 1.5-3 മണിക്കൂറോളം ഇതിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. പിന്നെ വാവയ്ക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അടുത്ത അടവിറക്കി കയ്യിലുണ്ടായിരുന്ന ഫുഡ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതും വെച്ചൊരു 1/2 മണിക്കൂർ തള്ളി നീക്കി. എന്നാലും കിടക്കില്ല ഈ സമയം.
മാറ്റിയാലും ട്രിപ്പിന് പോകുന്ന അന്ന് രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റി നിൽക്കും കേട്ടോ. അതിൻ്റെ ഉറക്കക്ഷീണമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. 2 വികൃതി പിള്ളേർ അപ്പുറം ഇപ്പുറം ഉള്ളപ്പം എങ്ങനെ ഉറങ്ങാനാണ്? ഞങ്ങൾ ഈ ഫ്ലൈറ്റും പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങൾ നേരത്തെ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മുംബൈ വരെ പോയെങ്കിലും മുംബൈ ചുറ്റിയടിച്ച് കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഇന്നലത്തെ എൻ്റെ ഷോർട്സ് കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് ഇഷ്ടപ്പെട്ടോ? ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാടോ? പോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എടുത്ത വീഡിയോസാണ്. ഇതിന് മുന്നേ അല്ലെങ്കിൽ ഇതിന് ശേഷമൊക്കെ മോൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഓരോരുത്തർ വന്ന് കളിപ്പിക്കുക, ഓരോന്ന് കൊടുക്കുക, അങ്ങനെ പല സീനതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2.5 മണിക്കൂർ അവനിങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഞാനിവിടെ നിന്ന് പ്ലാൻ ചെയ്ത് പോയത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ മാക്സിമം അവനെ ഉറക്കാതെ ഫ്ലൈറ്റ് കയറിയിട്ട് ഉറക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവൻ പണി പറ്റിച്ചു. നിങ്ങൾ കണ്ടല്ലോ, കയറുന്നതിന് മുന്നേ തന്നെ ഒരു നല്ല ഉറക്കം അവൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ആക്കുന്ന സമയം വരെ ഞങ്ങൾ മാക്സിമം അവനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ലാൻഡ് ചെയ്യുന്ന ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഓരോ ടോയ്സ് കാണിച്ചു കൊടുത്തു, ഫുഡ് കൊടുത്തു, മാറി എടുത്ത് നോക്കി. എന്നിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശ്വാസം എടുക്കാതെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഫ്ലൈറ്റിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് വേഗം പോകാൻ വേണ്ടി വഴിയൊക്കെ വിട്ടു തന്നു. അവരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഞാനൊരു നന്ദി പറയുകയാണ്. നടന്നാണ് പപ്പേൻ്റെ പിന്നെ കിടക്കും.
എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ബാഗൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ടാക്സി വിളിക്കാനാണ്. അധികം നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വണ്ടി വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഞങ്ങൾ മാത്രമല്ല ഇപ്രാവശ്യം ട്രിപ്പിന് പോകുന്നത്, ഞങ്ങൾ കൂടെ 2 പേരും കൂടെ ഉണ്ട്. 2 പേരല്ല 3 പേര്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും ഒരു കുഞ്ഞു മോനും. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് കളറായത് അവരുകൂടി വന്നപ്പോഴാണ്. അവരെയൊക്കെ ഞാൻ വരും വ്ളോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരുപാട് വീഡിയോസ് അവർ 2 പേരും എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. പബ്ലിസിറ്റി ഒട്ടും ആഗ്രഹിക്കാത്ത 2 പേരാണ്. അവരെ കാണിക്കരുതെന്ന് അവർ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ഇവിടേക്കായിരുന്നു നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. കാരണം അവരില്ലാതെ എൻ്റെ ഈ വ്ളോഗ് കംപ്ലീറ്റ് ആവില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ വണ്ടി കിട്ടി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ നാട്ടിലെത്തുമ്പോൾ അവിടെ എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഭാഗത്തും മാറി മാറി നോക്കുമായിരുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്നറിയാൻ. ബാംഗ്ലൂരിൻ്റെ വേറൊരു മുഖമായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. കാരണം അവിടുത്തെ അതേപോലെ കുറേ വണ്ടികളും ബ്ലോക്കും തിക്കും തിരക്കും. ഞങ്ങൾ ആ ടാക്സി ഡ്രൈവറുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. പറ്റുകയാണെങ്കിൽ ആ രാത്രി എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം ഈ ഏരിയയിലില്ല. ആകെ ഇപ്പോൾ പോകാൻ പറ്റുന്നതെന്ന് പറയുന്ന ഒരു സൂ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയത്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഉൾവശം. ഒരു കയ്യിൽ വാവയും മറ്റേ കയ്യിൽ പെട്ടിയുള്ളതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. താങ്ക് യു പറ. മോൻ ടാക്സി കയറിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ചെറുതായിട്ടെന്ന് പ്രത്യേകം പറയാൻ കാരണം അങ്ങനെ ഒരു പ്രോപ്പർ ഉറക്കം അവന് കിട്ടിയിട്ടില്ല. വണ്ടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് കരയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ മോളെന്തോ സൗണ്ട് ഉണ്ടാക്കി വീണ്ടും എഴുന്നേറ്റു. പിന്നെ നല്ല കരച്ചിലായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. സാധാരണ ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ഗൂഗിൾ ചെയ്തിട്ടോ യൂട്യൂബ് എടുത്ത് ഫുള്ള് തപ്പി നോക്കിയിട്ടാണ് പോവാറ്. ഇപ്രാവശ്യം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്കൊരു ഫ്രഷ് ആയിട്ട് ഉള്ളൊരു ഫീലായിരുന്നു. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഹോട്ടലാണെങ്കിലും ഫുഡാണെങ്കിലും ഇനി സ്റ്റാഫ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. റൂമിലെത്തിപാടെ ഞാൻ മോനെ പിടിച്ച് ഉറക്കി. അച്ഛനും മോളും കൂടെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോയി. ആകെ ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയ ശേഷം വീണ്ടും ആളെഴുന്നേറ്റു. പിന്നെ നല്ല കളിയായിരുന്നു. പുതിയ റൂമൊക്കെ കണ്ട് അതിശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാൻ പോയി. എന്തൊക്കെ കഴിക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു മൊത്തത്തിൽ. 5 ദിവസം ഒരു ഡയറ്റും നോക്കാതെ കാര്യമായിട്ടൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ച് പോയതാണ് ഞങ്ങൾ. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും വയറിന് പറ്റാത്ത കഴിച്ച് പണി കിട്ടി കിടന്നു പോയാൽ നമ്മുടെ ട്രിപ്പ് കൊളാവുമല്ലോ. അതുകൊണ്ട് നോക്കിയും കണ്ടും പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. സ്ലോ ആണ് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിലെത്തി. ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്കല്ല ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് കാണാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വാവ ഇന്ന് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറക്കം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ഇനി എഴുന്നേൽക്കില്ല. കാരണം അത്രയ്ക്ക് ടയേർഡായിട്ടാണ്
ഇന്ന് രാവിലെ തൊട്ട് ഒരു ഉറക്കം കിട്ടാതെ ഉറങ്ങും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും സൗണ്ട് കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് വാവ എണീക്കും. അപ്പം തീരെ ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് എന്തായിരുന്നു വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് നേരെ ഒന്ന് ഫ്രഷായി എവിടെയെങ്കിലും ഇവിടെ അടുത്തൊക്കെ കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. കാരണം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മുടെ വാവേൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. കാരണം എനിക്ക് തന്നെ ഭയങ്കര വിഷമം വരിക. കാരണം നമ്മളെ വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഒരു 3-4 ഉറക്കം കിട്ടുന്നതാണല്ലോ. അപ്പോൾ തീരെ കിട്ടാതാകുമ്പം അവൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അവൻ വന്ന് കുറച്ച് ഉറങ്ങട്ടെ എന്ന്. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങി. പക്ഷേ പിന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ട് പുതുതായിട്ട് ഓരോന്ന് കാണുമ്പോൾ മക്കൾ അതിൽ നോക്കിയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഈ റൂമിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, പുറത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ ഒരു സമയമായപ്പോൾ പിന്നെ എല്ലാം പോയി, ഭയങ്കര കരച്ചിലായി. അങ്ങനെ ഞാൻ വേഗം റൂമിലേക്ക് വന്നു. ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. കാരണം അവർ 2 പേര് ഈ റൂമിലുണ്ടെങ്കിൽ അവനിങ്ങനെ അവരെ നോക്കിയിരിക്കും, തീരെ ഉറങ്ങില്ല. അതുകൊണ്ട് ഒന്ന് മാറി നിന്നാണ് ഒരു അരമണിക്കൂർ ഉറക്കി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതാണ്. അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നൊക്കെ എല്ലാം ഒരുവിധം നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ഫ്ലൈറ്റിലെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കുഴപ്പമില്ല. പ്രശ്നങ്ങൾ എന്നല്ല, ഏതൊരു മക്കൾക്കും ഉണ്ടാകുന്ന പോലെ മക്കളെന്നല്ല നമുക്കായാലുണ്ടല്ലോ ഈ ചെവിവേദനയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം. അത് തന്നെയാണ് ഇന്ന് മോനും കാണിച്ചത്. പക്ഷെ എന്നാലും അവൻ മാക്സിമം അടിപൊളിയായിട്ട് ഇരുന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ ഉണ്ട്. ഇപ്പം മരുന്നൊക്കെ കൊടുത്തൊന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നാളെ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ നേരെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എൻ്റെ അടുത്ത വ്ളോഗിൽ വരും. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബായ്. ഇതാണ് കേട്ടോ നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇത് അവിടുത്തെ മോർണിംഗ് വ്യൂ ആണ്. ഇവിടുന്ന് ഞങ്ങളൊരു 11:30 മണിക്ക് ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു ക്രൂയിസിലേക്കാണ്. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പെട്ടിക്കിടക്കേറ്റ് വന്നത്. 2 ദിവസം ക്രൂയിസിൻ്റെ ഉള്ളിൽ ഒരു പൂ ആഗ്രഹിച്ച് പോയിട്ടൊരു പൂക്കാലം കിട്ടിയ അവസ്ഥയായിരുന്നു എനിക്ക് അതിൻ്റെ ഉള്ളിൽ. വെറും 2 ദിവസമാണ് ഞങ്ങൾ അവിടെ നിന്നെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ക്രൂയിസിൽ പോയി അടിപൊളി വീഡിയോ നാളെ വരുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ബായ്.